സഞ്ജു ടെക്കിയുടെ വെള്ളവും എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫീച്ചർ ചെയ്ത് കുറേ കിട്ടുന്നുണ്ട് ഇങ്ങനത്തെ. അതായത് ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാലേ ബാക്കി ഇതൊന്നും ചെറുത്. ഇതുപോലെ ഈ പെട്ടിയോട്ടയുടെ പുറയിലും മറ്റേ ടിപ്പറിനകത്ത് ഇരുത്തിക്കൊണ്ട് ആൾക്കാരെ പണിക്ക് കൊണ്ടുവരുന്ന ലോകത്തെടുത്തും പറ്റത്തില്ല. ഇതെന്തൊക്കെ തരം വയലേഷനാ അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ഈ കാണുന്ന ഈ റോഡ് ഒരു മെയിൻ്റനൻസിനൊക്കെ അവിടെ ഒരു പണി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് അല്ല, സോറി, കൺസ്ട്രക്ഷൻ. ഇവിടെ വലിയ ഫ്ലൈ ഓവർ വരിക, അതായത് അതൊക്കെ പറഞ്ഞിട്ട് തൊട്ടിപ്പുറത്തൊരു വഴി ഉണ്ടാക്കി വെച്ചേക്കുന്നതിനകത്തോടെ പോയാൽ ആ കുഴിക്കകത്തൊക്കെ വീണ് ഒരു 5 പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട വണ്ടിയുടെയൊക്കെ സകല സാധനം ഇളകി താഴെ വീഴുന്ന പോലത്തെ, എന്താ പറയുക, അത്രയ്ക്ക് കുഴിയും കട്ടറും ചെളിയും. വണ്ടി വന്ന് കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്പോർട്ട് ബസ് ചെളിക്കകത്ത് വീണ്. ഈ വഴി പോയാൽ നമുക്ക് മനസ്സിലാവും ഇതെങ്ങനെയാണ് ഇതിനകത്ത് വീണെന്ന്. അപ്പുറത്ത് മര്യാദയ്ക്ക് പോകേണ്ട റോഡ് അത് കണ്ടോ, മറ്റൊരു സൈഡിൽ കൂടെ കാറുകൾ പോകുന്നുണ്ടോ. ഇയാൾ ഇതുവഴി ഓവർടേക്ക് ചെയ്യാൻ നോക്കിയതാ, അപ്പോൾ ഈ കുഴിക്കകത്ത് പോയതായി കാണുന്നത്. ആ റൂട്ടിൽ ബസ്സുകൾ, പ്രത്യേകിച്ച് ട്രാൻസ്പോർട്ട് ബസ്സും പ്രൈവറ്റ് ബസ്സും അതിനപ്പുറത്തൂടെ എല്ലാം കുത്തിക്കയറ്റി ഭയങ്കര ഓവർ എന്താ പറയുക സീനാണ് കാണിക്കുന്നത്. അതിൻ്റെ ഇത് അല്ലാതെ ഗാന്ധിക്ക് മുമ്പിൽ വിളക്ക്, കൊന്തമാല. ഇതെന്ത് മാല ഇത്? ഗാന്ധി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? ഒരു തുണിയും. പാവം ഗാന്ധി.